ഒരു ചുമന്ന ട്രോഫി അവിടെ ഇരിക്കുന്നത് കാണുന്നു. ആദ്യമേ കയറിയിരുന്ന എനിക്കൊക്കെ ചോദിക്കണ്ടേ, പ്രായമായേ അതുകൊണ്ടാ. ഇത് കൊറേ നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. കുറെ നാൾ എന്റെ സുഹൃത്തിന്റെ കയ്യിലായിരുന്നു. ആരുടെ കയ്യിലായിരുന്നു? ഹരിയുടെ പാട്ടിലായിരുന്നു. അത് അവരൊക്കെ കൂടി സമ്മാനിച്ചിട്ടു. അവരൊക്കെ കൂടി അല്ല, നിങ്ങളെ കണക്കുള്ള കുറെ പുതിയ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയല്ലോ. ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുപേര് വിളിച്ചിട്ട് പറഞ്ഞ് അഖിലെ എത്രയും പെട്ടെന്ന് ആ ട്രോഫി എവിടെയെങ്കിലും എടുത്തുകൊണ്ട് കളഞ്ഞോ, അഖിലിന് പുറത്തേക്ക് കളക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല. വേണ്ട വേണ്ട ഇനി അത് വേണ്ട, നമുക്ക് ആർക്കും ക്വാളിറ്റി ഇല്ലാത്തവരെ. കേരളത്തിൽ കിടക്കുന്ന 20 ഊളകളെ കേക്ക് ഞാൻ ഈ കേരളത്തിലുള്ള ഏറ്റവും മുതു ഊളകളെ 20 പേരെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് അതിൽ നിന്നും ഏറ്റവും വലിയ ഊളെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയെ ബിഗ് ബോസ്. ഇപ്പോഴത്തെ സീസൺ എപ്പോഴത്തെ സീസൺ അല്ല, നമ്മളെ സീസൺ. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയിട്ട് കൊറേ കുപ്പിയൊക്കെ കാണുന്നുണ്ട്. അഖിലേട്ടൻ വെറുതെ ആണോ അപ്പൊ പറയുന്നത് കുടിക്കാറില്ല? വെച്ചാ കുടിക്കണമെന്നുണ്ടോ? ഞാൻ കുടിക്കാത്തോണ്ടാ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഞാൻ കുടിക്കത്തില്ല. അഖിലേട്ടനെ പറഞ്ഞ് കുടിയില്ല വലിയില്ല ഒന്നുമില്ലെന്ന്. കുടിക്കാറുമുണ്ട്, വലിക്കാറുമുണ്ട്. ഇതൊന്നും അങ്ങനെ അനാവശ്യത്തിനില്ല, ആവശ്യത്തിന് മാത്രം. ഡെയിലി വൺസിന് ഞാൻ കഴിക്കാറൊന്നുമില്ല. ചുമ്മാ ഓരോരുത്തർ ഗിഫ്റ്റ് തരുന്ന അല്ല, മദ്യപിച്ചാൽ എന്റെ വയറിന്റെ പ്രശ്നമാണ്. അത് മദ്യപിക്കുന്നത് തെറ്റല്ല, തെറ്റല്ല. ഒരു മനുഷ്യനായ 2 അടിക്കണം. ഞാനോ? അല്ല ഞാൻ മറന്നോ നീ? ഓരം പോയതല്ലേ പമ്മയെ വിളിക്കും പമ്മയെ. ഇത് കാണിച്ചാൽ ശിക്ഷാർഹമാണെന്ന് അറിയത്തില്ല. അത് കാണിച്ചാൽ ശിക്ഷാർഹമൊന്നുമില്ല. ആനെ പോയി തട്ടി ആ കൊമ്പെടുത്തോണ്ട് ഇപ്പൊ 1, 2, 3, 4 എത്ര വണ്ടി എടുത്തേ? 3. പിന്നെ ഫ്ലാറ്റ്. അപ്പൊ പിന്നെ ഒരു ആനയെ കൊന്നിട്ട് അതിന്റെ കൊമ്പും കൊണ്ട് വരാവുന്നതേ ഉള്ളൂ അല്ലേ? നോ കമന്റ്സ്. കണ്ടപ്പോ ഒരു ഭംഗി തോന്നി മേടിച്ചു, അത്രേ ഉള്ളൂ. റിയൽ ആനയുടെ ആണോ? റിയൽ ആനയുടെ റിയൽ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള തോന്നിയ ഈ ഒരു കോർണർ, ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ എന്നെ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ഗണപതിയെ. അപ്പൊ എനിക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ ഈ ഒരു കോർണറാ. നിങ്ങൾക്ക് ഈ വീട്ടിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ സ്ഥലം ഏതാ? എവിടെ നിൽക്കുന്നു അവിടാണ് ആൾക്കൂട്ടം. പോസിറ്റീവ്. ഞാൻ എവിടെ നിൽക്കുന്നു അവിടാണ് പോസിറ്റീവ്. ഞാൻ പോയി അവിടെ നിന്നാൽ അത് പോസിറ്റീവ്.